ദേവാണി സിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ആൻഡ് ഞങ്ങളിപ്പോൾ മൂകാംബികയിൽ വന്നിട്ട് ഇപ്പോൾ ട്രിപ്പ് തുടങ്ങിയിട്ട് ഒരു നാല് ദിവസം ഇന്ന് 4ാമത്തെ ദിവസമാണ്. സോ ഇന്ന് മൂകാംബികയിൽ വന്നിട്ട് നമ്മൾ തൊഴാനൊക്കെ കയറി. ഇനി നമുക്ക് ഇവിടുത്തെ പ്ലേസസ് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. സോ ഫസ്റ്റ് പ്ലേസ് സൗപർണിക്കയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഞങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മൂകാംബിക ടെമ്പിളിൻ്റെ അവിടെയാണ്. സോ ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് സൗപർണിക റിവർ ഉണ്ടെന്ന്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നടന്ന് നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്നാണ് എൻ്റെ ഇത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഫസ്റ്റ് തീരുമാനിച്ചിരുന്ന ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടജാത്രയായിരുന്നു. ബട്ട് അവിടെ ഈ ടൈം കൊണ്ട് അവിടെ അത്യാവശ്യം നല്ലോണം മേഘം കൂടിയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ചിലയിടമില്ല. അപ്പോൾ സന്തുവാമൻ പറഞ്ഞു നാളെ രാവിലെ നേരത്തെ എനിക്കാണെങ്കിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗപർണികയിലേക്കാണ്. യെസ് അച്ഛൻ്റെ ഫ്രണ്ടാണ് സന്തുവാമൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ. ബാക്കി 2 അവിടെ പോയി. അച്ഛമ്മ ബാക്കി വരുന്നുണ്ട്. അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ പിന്നെ ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണം കാരണം ഉറങ്ങുകയാണ്, റൂമിലുണ്ട്. പിന്നെ അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അത്യാവശ്യം നല്ല ഇറക്കൊക്കെ ഇറങ്ങി വേണം പോകണമെന്നുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല കോടയുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എന്താണ് കുടജാത്രി പോകാമെന്നാണ് വെച്ചത്. പക്ഷേ അത് ഞങ്ങൾ ഒന്നാമത് ഭയങ്കര ടയേർഡായിട്ടാണ് വന്ന് കിടന്നത്. സോ ഒരു 2:30 ആയിട്ടുണ്ടാവും വന്ന് കിടന്നപ്പോൾ. അങ്ങനെ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ നേരം വൈകി. സോ അത് കഴിഞ്ഞ് എണീറ്റ് പിടിച്ച് വന്നപ്പോഴത്തേനും അവിടെ ക്ലോസിങ് ടൈമായി. ഒരു 2:30 വരെ എന്നാണ് എൻ്റെ അടുത്ത് സന്തുവാമൻ പറഞ്ഞത്. 2:30 എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2:30 എണീക്കാൻ പറ്റിയില്ല. സോ നല്ലോണം ഉറങ്ങിപ്പോയി. കാരണം 3-4 ദിവസം മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട്. സോ ഇന്ന് കിടക്ക കണ്ടപ്പോൾ ഒരു സന്തോഷം, മനസ്സിനും ശരീരത്തിനൊക്കെ ഭയങ്കര സന്തോഷം. അപ്പം ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ അവിടെ ക്ലോസിങ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് സൗപർണികയിലേക്കാണ്. നമുക്കിനി നമുക്ക് പോണ വഴിയെന്ന് നമ്മുടെ ഫാമിലി ഫുള്ള് ബാക്കിൽ വരുന്നുണ്ട്. എല്ലാവരും ബാക്കിലുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടൊക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് ഇതാ പുഴയുടെ അവിടേക്ക് എത്തും മുന്നേ അതെ ഇവിടെ നമുക്കൊരു ഗണപതിയുടെ ടെമ്പിൾ കാണാൻ പറ്റുന്നത്. എന്താ ആഴത്തിലുള്ള വെള്ളം നീന്തരുത്. സോ ഇവിടെ നീന്തരുതെന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ബോർഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വന്നോളൂ കേട്ടോ, സേഫ്റ്റി. ഇനി സ്റ്റെപ്പ് ഇറങ്ങാം ഗൈസ്. സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൗപർണിക എന്നുള്ള ഡെസ്റ്റിനേഷൻ നമ്മ അത്യാവശ്യം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നാളെ മോർണിംഗ് ആണ് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ കുടജാത്രയിലേക്ക് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നാളെ അവിടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ ആണിത്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ അറിയാം അവിടെ എത്തി. നമ്മൾ പിന്നാലെ നടന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം. പരമാവധി ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് ഫാമിലി ആയിട്ട് പോവാം. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ കുടജാദ്രിയിലേക്കാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നോക്കാം കൂടെ പുറത്ത് നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുമോ?
കൊടജാദ്രിയിലെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പകുതി തൊട്ടുള്ള ഓഫ് റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മളുടെ ഡ്രൈവറും അതിനനുസരിച്ചിട്ടുള്ള ഒരു വൈബായിരുന്നു. ഇനി ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് മലയുടെ ടോപ്പ് മോസ്റ്റ് പീക്കിൽ എത്തുമ്പോൾ അവിടെ കാണാനുള്ളത് ഒരു സസ്പെൻസ് ആണ്. അത് ഞാൻ ലാസ്റ്റ് പറയാം. പോകുന്ന വഴിയിലുള്ള സീനറി എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഒരു ഭാഗത്ത് ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റൂല, അങ്ങനെ നോക്കിയിരുന്ന ടൈമൊക്കെ ഉണ്ട്. ആ ഒരു പ്ലേസിലാണ്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് കയറാറുണ്ട്. ഇവിടെ തൊട്ട് ഞാനില്ല കേട്ടോ, ക്ലിപ്പൊക്കെ അമ്മയാണ് എടുക്കുന്നത്. ഞാൻ ഓടി 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 ഏറ്റവും പീക്കിലെത്താറായി. ഇവരൊക്കെ ബാക്കി കൂടെ നടന്നു വരുന്നേ ഉള്ളു കേട്ടോ. ഇവിടെ കാണുന്ന വ്യൂ ഒന്നുമല്ല ഗൈസ്, ഇവിടുന്ന് കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യൂ ആണ് വ്യൂ. നമ്മളിനി വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ ഇതിലും രസമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യയിലെ വെസ്റ്റേൺ ഘട്ട്സില് മഴക്കാടുകളോട് കൂടി നിറഞ്ഞ ഒരു മൗണ്ടൻ പീക്കാണ് നമ്മുടെ കൊടജാദ്രി. ശിവമൊഗ്ഗ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ഹൈയസ്റ്റ് പീക്ക് കൂടിയാണ് കൊടജാദ്രി. ഇനി നമ്മ കർണാടക സ്റ്റേറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിലോ അതിലുള്ള 13ാമത്തെ കൊടുമുടി കൂടിയാണ് നമ്മുടെ കൊടജാദ്രി. കയറണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ചെരുവുകളൊക്കെ കയറി നമ്മ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇറങ്ങാനാണെങ്കിൽ കയറ്റത്തിനേല് ഭയങ്കര പാടാ ഇറങ്ങാൻ, കാരണം ബ്രേക്ക് കിട്ടൂല. അമ്പലത്തിലേക്ക് വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ട്രക്കിങ്ങിന് പോവാന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരായാലും അല്ലാത്ത ആൾക്കാരായാലും അവരോട് മെയിൻ ആയിട്ടൊരു കാര്യം പറഞ്ഞേക്കാം, ഇടുന്ന ചെരുപ്പിനനുസരിച്ചിരിക്കും പൊട്ടണോ ചീറ്റണോ എന്നുള്ള അവസ്ഥ. ഇനി നിങ്ങൾ കയറി കഴിഞ്ഞ് ഇറങ്ങുന്ന ടൈമിലെങ്ങനെ ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ പണി പാളും. എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും സംഭവിച്ചൊരു കാര്യമാണ് പറയുന്നത്. വിക്ടറി! ഞങ്ങളുടെ ട്രക്കിങ്ങിന്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ശങ്കരാചാര്യര് തപസ്സിരുന്ന സ്ഥലമാണ്, ജ്ഞാനപീഠമാണ് നമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞ സസ്പെൻസ് ഇതേ ഞാനിപ്പോൾ പൊട്ടിക്കുകയാണ്. ഇതാണ് സംഭവം, നമ്മുടെ ശങ്കരാചാര്യരുടെ ജ്ഞാനപീഠമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊടജാദ്രിയിലെ ഹയസ്റ്റ് പീക്കിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ കാണാവുന്ന ഒരു വ്യൂ കൂടിയാണ് ഇത്. അപ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ ഇവിടെ ജ്ഞാനത്തിന് വേണ്ടി വന്നിരിക്കാൻ സമയത്ത് ദേവി കൂടെ വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്ഷീണം പറഞ്ഞ് അടിച്ചു പൊളിച്ച് പോകുന്ന ഫാമിലിയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ.